ഒരു ജംബോ കമ്മിറ്റി വേണോ എന്നുള്ളൊരു ചർച്ചയാണ്. നിലവിൽ 21 ജനറൽ സെക്രട്ടറിമാരാണുള്ളത്. അവർക്ക് 42 സെക്രട്ടറിമാരെ കൂടി കൊടുത്തുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ് പാർട്ടിയിലെ ആവശ്യം. എന്നാൽ അതല്ല, മുല്ലപ്പള്ളിയുടെയൊക്കെ കാലത്തെ പോലെ വലിയ ജംബോ കമ്മിറ്റി കൊടുത്ത് അക്കോമഡേറ്റീവ് പൊളിറ്റിക്സ് വേണ്ട എന്ന നിലപാടിലാണ് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇനി ഈ തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നതും കേരളത്തിലും അസാമിലും ആ അർത്ഥത്തിൽ നേതൃമാറ്റം വരുന്നതും. അത് ഏതെങ്കിലും തരത്തിൽ എ സുധാകരനെ ഒരു ഈഗോ ഹട്ട് ചെയ്യുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, പക്ഷേ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് താമസിയാതെ KPCCയുടെ തലപ്പത്തേക്ക് എത്താൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത് കൂടുതൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ദീപദാസ് മുൻഷി കരുതുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ ചില നേതാക്കൾക്കൊരു അതൃപ്തിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ദീപദാസ് മുൻഷിയുടെ കേരളത്തിലെ സജീവ സാന്നിധ്യം ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിവൃത്തിയില്ല. കേരളത്തിൽ കോൺഗ്രസിനെ ചലിപ്പിച്ച മതിയാവൂ. ഹൈക്കമാൻഡ് കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി കാണുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.